ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന ഈ മാസം, അതായത് നമ്മുടെ ജൂൺ മാസത്തിൽ വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളെ പറ്റിയാണ്. അതിനകത്ത് 3 ഓൾമോസ്റ്റ് കൺഫേംഡ് ലോഞ്ച് ആണെന്ന് പറയാം. 2 കൈൻഡ് ഓഫ് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള മോഡൽസ് ആണ്. എന്തായാലും എനിക്ക് കഴിഞ്ഞ മാസത്തെ പോലെ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാഹനങ്ങൾ ഈ മാസം വരുന്ന പോലെ തോന്നിയിട്ടില്ല. എന്തായാലും വീഡിയോ കണ്ടിട്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും വണ്ടി ഇതിലുണ്ടോ എന്ന്. നമുക്ക് ആദ്യം ടാറ്റയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇവരെ ഈ മാസം കൊണ്ടുവരാൻ പോകുന്ന പുതിയ ഹാരിയർ EV ആണ്. ഈ വണ്ടി കുറേ കാലം മുന്നേ കാണിച്ചതാണ്. മാർച്ചിലാണ് ഈ വാഹനം അവർ ഒരു ലേറ്റർ സ്റ്റേജിൽ അൺവെയിൽ ചെയ്തത്. അതിന് മുന്നേ നമ്മുടെ ഓട്ടോ എക്സ്പോയിൽ ആദ്യം അൺവെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് അവർ വണ്ടിയുടെ സ്റ്റെൽത്ത് എഡിഷനൊക്കെ കാണിച്ചതാണ്. അതിന് മുന്നേ 2023 ഓട്ടോ എക്സ്പോയിൽ അവർ ഒരു ഹാരിയർ EV കാണിച്ചതാണ്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം ഒരു 3 അൺവെയിലുള്ള ഈ വണ്ടിയുടെ ആയിട്ടുണ്ട്. ലാസ്റ്റ് മാർച്ചിൽ നടന്ന അൺവെയിലുള്ള ഫോട്ടോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് വണ്ടി ഡിസൈൻ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ കാണിച്ചതാണ്. പിന്നെ വണ്ടി തന്നെ നടന്നു വരുന്നതും പുറകോട്ട് പോകുന്നതൊക്കെ നമ്മൾ ഓട്ടോ എക്സ്പോയിലും കണ്ടതാണ്. സോ ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഏകദേശം എന്തൊക്കെ ഉണ്ടാകുമെന്നും ഇതിൻ്റെ ഡിസൈൻ എങ്ങനെയാണെന്നൊക്കെ നമുക്കറിയാം. ആകെപ്പാടെ പവർ ഫിഗേഴ്സ് മാത്രമാണ് അറിയാത്തത്. പിന്നെ ഇതിനകത്ത് QWD അഥവാ ക്വാഡ് വീൽ ഡ്രൈവ് എന്ന് പറയുന്ന ടാറ്റയുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം എന്ന് വെച്ചാൽ ഇലക്ട്രിക് ആയതുകൊണ്ട് ഡ്യുവൽ മോട്ടോർ സെറ്റപ്പ് കൊടുക്കാമല്ലോ. അതുകൊണ്ട് ആ ഒരു സംവിധാനം അവർ കൊടുക്കുന്നതായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് ഇഷ്ടംപോലെ ടീച്ചേഴ്സൊക്കെ വന്നതാണ്. എന്തായാലും ഇതിപ്പം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വണ്ടിയാണോ എന്ന് ചോദിച്ചാൽ കുറച്ച് കാലമായിട്ട് ഒരു വണ്ടിയുടെ ലോഞ്ച് ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. മിക്കവാറും മഹീന്ദ്രയുടെ 2 ഇലക്ട്രിക് വാഹനങ്ങൾ ആവാം. കാരണം അത് ആ സെഗ്മെൻറ്റിൽ ഇഷ്ടംപോലെ ഫീച്ചേഴ്സും അതുപോലെ ഭയങ്കര മോഡേൺ ആയിട്ടുള്ള ഡിസൈനൊക്കെ ഓഫർ ചെയ്യുന്ന സമയത്ത് ഈ വണ്ടി ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള പഴയ ഡിസൈനും അതുപോലെ കൈൻഡ് ഓഫ് സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സും പിന്നെ കുറച്ച് അഡീഷൻസും മാത്രമാണ് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ആൾക്കാർ ഇത് വാങ്ങും എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ആകെപ്പാട് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ക്വാഡ് വീൽ ഡ്രൈവ് മാത്രമാണ്. അതുകൊണ്ട് ഇതിന് ചിലപ്പോൾ ഒരു 250 to 300 bhp അടുത്തൊക്കെ നിങ്ങൾ ആ മോഡൽ എടുക്കുകയാണെങ്കിൽ പവർ ഉണ്ടാകും. പക്ഷേ എത്ര വേരിയൻറ്റിലുള്ള ഓൾ വീൽ ഡ്രൈവ് കൊടുക്കും എന്നുള്ളത് അറിയില്ല. കാരണം എന്തായാലും ഓൾ വീൽ ഡ്രൈവ് എന്ന് പറയുമെങ്കിലും അതിന് ഡിമാൻഡ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ ഒരു മിഡിൽ ടു ടോപ്പ് എൻഡ് വേരിയൻസ്, അതും ആൾക്കാർ ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡൽ തന്നെയായിരിക്കും ചൂസ് ചെയ്യുന്നത്. ഇൻ കേസ് നമുക്ക് ടോപ്പ് എൻഡിൽ തന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് അവൈലബിൾ ആണെങ്കിൽ, അതല്ല ഇനിയിപ്പോൾ ടോപ്പ് എൻഡ് ഓൾ വീൽ ഡ്രൈവ് മാത്രമുള്ളെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഫ്രണ്ട് വീൽ ഡ്രൈവ് മോഡലായിരിക്കും ആൾക്കാർ കൂടുതൽ ചൂസ് ചെയ്യുക. അതാണ് പൊതുവേ ഇവിടെ നടക്കാറുള്ളത്. എന്തായാലും നമുക്ക് നോക്കാം എന്താവുന്നുള്ളത്. ഈ വാഹനത്തിന് ലോഞ്ച് ജൂൺ 3 അവർ പറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ജൂൺ 3 നടക്കുമെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ട്. കാരണം ഇത്രയും കാലം ടാറ്റ പറഞ്ഞിട്ടുള്ള ഡേറ്റിൽ വണ്ടി അൺവെയിൽ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഹാരിയർ EV അത് മാർച്ചിൽ വരുമെന്ന് പറഞ്ഞാണ്. അത് കഴിഞ്ഞ് പിന്നെ ഏപ്രിൽ മെയ്യിലൊക്കെ വരുമെന്ന് പറഞ്ഞാണ്. ഇതൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോഴാണ് ലാസ്റ്റ് ഡേറ്റാണ് ഈ ജൂൺ പറഞ്ഞിരിക്കുന്നത്. ജൂണിൽ എന്തെങ്കിലുമൊക്കെ വരും എന്ന് നമുക്ക് എന്തായാലും ഉറപ്പാണ്. പക്ഷേ ജൂൺ 3 തന്നെ വരുമോ എന്നുള്ളത് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം ഇത്രയും കാലമായിട്ട് ഒരു വാഹനത്തിൻ്റെ പുതിയൊരു ടീസർ ഒന്നും ഇറക്കിയിട്ടില്ല. ജൂൺ 3 ലോഞ്ച് ആവുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വണ്ടി നമുക്ക് കണ്ടിട്ടുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷെ എന്നാലും അറ്റ്ലീസ്റ്റ് ഒരു ടീസറെങ്കിലും ഇറക്കാമല്ലോ. ജൂൺ 3 വണ്ടി വരുന്നു എന്നുള്ളത് ആൾക്കാരൊന്ന് ഉറപ്പിക്കാൻ. ഇതിപ്പോൾ കഴിഞ്ഞ മാസം ഓട്ടോക്കാരൻ്റെയൊക്കെ കൺഫേം ചെയ്തതാണ് ജൂൺ 3 എന്ന് പറഞ്ഞ്. പിന്നെ ഇതിന് 75 kWh മാത്രമായിരിക്കില്ല, ഒരു മിഡിൽ റേഞ്ചുള്ള മോഡലുണ്ട്. അതായത് 55 kWh അല്ലെങ്കിൽ 60 kWh ആ റേഞ്ചിലുള്ള ബാറ്ററി പാക്കും വരും. കാരണം ബേസിക് റേഞ്ച് അത് അവർക്ക് അത്യാവശ്യം കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. എന്നാലാണല്ലോ മഹീന്ദ്രയായിട്ട് കറക്റ്റ് ഒരു കോമ്പറ്റീഷൻ കിട്ടുള്ളൂ. അതാണ് നമ്മുടെ ടാറ്റ ഹാരിയർ EVയുടെ കാര്യങ്ങൾ. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള അടുത്ത വാഹനം മെഴ്സിഡീസിൻ്റെ AMG G63യുടെ പുതിയൊരു കളക്ടേഴ്സ് എഡിഷനാണ്. ഈ വണ്ടിയിൽ വിഷ്വൽസിലാണ് നമുക്ക് കൂടുതൽ വ്യത്യാസം വരുന്നത്. പുതിയ ഒരു കളർ തീം, അതൊരു ഓറഞ്ച് കളർ അവർ കൊടുത്തിട്ടുണ്ട്. അത് കളക്ടേഴ്സ് എഡിഷന് മാത്രമേ കിട്ടുന്നുള്ളൂ. പിന്നെ വീൽസിൻ്റെ ഡിസൈനിൽ ഇതിന് വ്യത്യാസം ഉണ്ടാകും. പിന്നെ മൊത്തത്തിലുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് കളക്ടേഴ്സ് എഡിഷൻ്റെ ബാഡ്ജിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമായിരിക്കും ഇത് എന്ന് പറയുന്നു. ഇൻറ്റീരിയറിൽ നമുക്ക് കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ കാണാം, കളർ തീം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ആയിട്ട്. ഈ വരുന്ന ജൂൺ 12 ഈ വാഹനത്തിൻ്റെ ലോഞ്ച് പറഞ്ഞിരിക്കുന്നത്. എഞ്ചിൻ വൈസ് ഒന്നും വേറെ വ്യത്യാസമൊന്നുമില്ല. സെയിം 4 ലിറ്റർ ട്വിൻ ടർബോ V8 തന്നെയാണ്. 585 bhp 850 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓൾ വീൽ ഡ്രൈവ് സെറ്റപ്പിലാണ് വരുന്നത്. ഇത്രയും നമ്മുടെ 2 വാഹനങ്ങളുടെ ലോഞ്ച് ജൂണിൽ കൺഫേം ആയിരുന്നു. ഇനി പറയാൻ പോകുന്നത് MG സൈബർസ്റ്റർ ആണ്. ഇത് ഇപ്പോൾ കുറച്ച് കാലമായി ഇത് ഇറങ്ങുമെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ ലോഞ്ച് ഡിലേ ആവാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് MGയുടെ സെലക്ട് ഡീലർഷിപ്പ് വഴിയാണ് 2 വാഹനങ്ങൾ വരാൻ പോകുന്നത്. MG M9 അതുപോലെ തന്നെ സൈബർസ്റ്ററും. ഇതുവരെ ഞാൻ സെലക്ട് ഡീലർഷിപ്പൊന്നും കണ്ടു തുടങ്ങിയിട്ടില്ല. ഇതൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഡീലർഷിപ്പായിട്ടായിരിക്കും വെക്കാൻ പോകുന്നതെന്ന് അവർ പറയുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സിസ്റ്റിംഗ് MG ഡീലർഷിപ്പിൻ്റെ തന്നെ സൈഡിലായിട്ട് അവർ സെലക്ട് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കാനും സാധ്യതയുണ്ട്. ചില സമയത്തൊക്കെ നമ്മൾ മാരുതിയുടെ നെക്സ മരീനയൊക്കെ അടുത്തടുത്തായിട്ട് കാണാറുണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഡീലർഷിപ്പ് മൊത്തം സെറ്റപ്പ് ചെയ്ത് കഴിയാതെ ഇവർക്ക് വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇതിപ്പോൾ ജൂണിൽ ഇറങ്ങും എന്ന് പിന്നെയും ഒരു ന്യൂസ് കേൾക്കുന്നുണ്ട്. അതും 100% ഉറപ്പൊന്നുമില്ല. ചിലപ്പോൾ ജൂൺ ആവാം, ചിലപ്പോൾ ജൂലൈ ആവാം. സൈബർസ്റ്റർ മാത്രമല്ല, M9ൻ്റെ കേസിലും അത് തന്നെയാണ് പറയുന്നത്. സൈബർസ്റ്റർ എന്ന് പറയുമ്പം ഇത് ഇമ്പോർട്ട് ചെയ്ത് വരുന്നൊരു വണ്ടിയാണ്. CBU ആണ്, ഇലക്ട്രിക് ആണ്, സ്പോർട്സ് കാറാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് 510 PS പവറും അതുപോലെ 725 Nm ടോർക്കൊക്കെ കിട്ടുന്നുണ്ട്. 0 to 100 ഭയങ്കര ഫാസ്റ്റാണ്. നമുക്ക് ശരിക്കും കിട്ടുന്നതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റ് 0 to 100 ടൈമിംഗ് ഈ വാഹനത്തിനാണ് വരുന്നത്. 3.2 സെക്കൻഡ്സിനടുത്ത് മാത്രമേ ഇത് എടുക്കുന്നുള്ളൂ എത്താനായിട്ട്.
പിന്നെ ഇതിനകത്ത് ഫീച്ചേഴ്സായിട്ട് പറയാനാണെങ്കിൽ 10.25 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഉണ്ട്, ഒരു 7 ഇഞ്ചസിൻ്റെ TFT ക്ലസ്റ്റർ കൊടുത്തിട്ടുണ്ട്, പിന്നെ നമുക്ക് 6-way ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സീറ്റ്സ് ഉണ്ട്, അതിൻ്റെ അകത്ത് തന്നെ മെമ്മറി ഫംഗ്ഷൻ ഉണ്ട്, പിന്നെ 2 ഡോർ കൂപ്പയാണ് ഈ വണ്ടി. ഇതിൻ്റെ ഡോറൊക്കെ നമുക്ക് മുകളിലേക്ക് ബട്ടർഫ്ലൈ ഡോർസ് പോലെയാണ് വരുന്നത്. അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങളാണ് ഈ വാഹനത്തിനകത്ത് MG കൊടുത്തിരിക്കുന്നത്. വണ്ടി നല്ല വണ്ടിയാണ്, ഏകദേശം ഒരു 50 to 60 lakhs റേഞ്ചിലായിരിക്കും വരുന്നത്. അതായത് നമ്മുടെ ഗോൾഫ് GTA ഒക്കെ വരുന്ന ഒരു പ്രൈസ് പോയിന്റിലായിരിക്കും കിട്ടുന്നത്. അതിനേക്കാൾ ഡബിൾ ഫാസ്റ്റാണ് ഈ വണ്ടി. പക്ഷേ എഗെയിൻ എടുക്കേണ്ടവർക്ക് രണ്ടിൽ ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. മറ്റേത് കുറച്ചും കൂടെ ഒരു പെട്രോൾ ക്യാരക്ടറൊക്കെ ഉള്ള 2 ലിറ്റർ TS എഞ്ചിൻ വെച്ച് വരുന്ന വണ്ടിയാണ് ഇത്. പക്ഷേ ഇലക്ട്രിക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു അഡ്വാൻറ്റേജും ഈ വാഹനത്തിനുണ്ട്, കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിരിക്കുമല്ലോ. എന്തായാലും മെർസിഡീസ് ഈ മാസം ഒറ്റ വണ്ടി മാത്രമല്ല, 2 ഇറക്കുന്നുണ്ട്. 2 ഇമ്പോർട്ട് ചെയ്ത് തന്നെയാണ് കൊണ്ടുവരുന്നത്. എന്തായാലും അടുത്ത GT സീരീസിൽ വരുന്ന 2 വണ്ടികളാണ്. ഒന്ന് GT63യും അതുപോലെ തന്നെ പിന്നെ GT63 Pro ആണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് GT സീരീസ്, അതായത് AMG GT എന്ന് പറഞ്ഞ മെർസിഡീസിൻ്റെ സീരീസ് 2020 അവർ നിർത്തിയതാണ്. അതിനുശേഷം പിന്നെ കണ്ടിന്യൂ ചെയ്തിട്ടില്ല. ഇപ്പോൾ വീണ്ടും തിരിച്ചു വരുന്ന ഈ 2 വേരിയൻസ് ആയിട്ടായിരിക്കും. നമുക്കിതിൻ്റെ അകത്ത് ഫീച്ചേഴ്സായിട്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ ഒരു 12.9 ഇഞ്ച് ഇൻസ്റ്റന്റ് ക്ലസ്റ്റർ കിട്ടുന്നുണ്ട്, അതുപോലെ 11.9 ഇഞ്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ കിട്ടുന്നുണ്ട്. അതൊക്കെ പിന്നെ ബേസിക് ആണല്ലോ. അതല്ലാതെ ഇതിൻ്റെ അകത്ത് നമുക്ക് പെർഫോമൻസിലാണ് മെയിനായിട്ട് വ്യത്യാസം വരുന്നത്. GT63 ആണെങ്കിൽ രണ്ടിലും സെയിം എഞ്ചിനാണ്, 4 ലിറ്റർ ട്വിൻ ടർബോ V8 തന്നെയായിരിക്കും. പക്ഷേ GT63യിൽ 577 PS 800 Nm ടോർക്കുമാണ് വരുന്നത്. GT63 Pro ആണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് 612 PS അതുപോലെ 850 Nm ടോർക്കും കിട്ടുന്നുണ്ട്. സോ അത്യാവശ്യം ഫാസ്റ്റായിട്ടാണ് അവർ GT63 Pro കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല Pro മോഡലിൽ 0 to 200 ടൈം ജസ്റ്റ് 10.9 സെക്കൻഡ്സ് ആണ്. 312 km/h വരെ ടോപ്പ് സ്പീഡും കൊടുത്തിട്ടുണ്ട്. നമ്മുടെയൊക്കെ മിക്ക വാഹനങ്ങളും 10.9 സെക്കൻഡ്സിൽ 0 to 100 പോലും എത്താറില്ല. പക്ഷേ ഇത് ആ ഒരു സമയം കൊണ്ട് തന്നെ 200 എത്തും. സോ അതാണ് AMG GT സീരീസിൻ്റെ കാര്യം. ഇതിൻ്റെ തന്നെ ഒരു കളക്ടേഴ്സ് എഡിഷൻ അവർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അതെന്തായാലും ഇതുവരെ ഇന്ത്യയിലേക്ക് വരുന്നതിനെ പറ്റിയുള്ള ന്യൂസൊന്നും കേട്ടിട്ടില്ല. അതും വരുമായിരുന്നു, നല്ലതായിരുന്നു. കാണാനൊക്കെ അത്യാവശ്യം വെറൈറ്റി ആയിട്ടുള്ളൊരു വണ്ടിയാണ് GT സീരീസിൽ വരുന്ന കളക്ടേഴ്സ് എഡിഷൻ. എന്തായാലും ആ ഒരു കളക്ടേഴ്സ് എഡിഷൻ പോലെ തന്നെയാണ് നമുക്ക് G63 AMGയുടെ കളക്ടേഴ്സ് എഡിഷൻ ഇവിടെ വരുന്നത്. ഇതുകൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞിട്ടില്ല, ഒരു വണ്ടിയും കൂടെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ലോഞ്ച് കൺഫേം അല്ല. നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നതിൽ 2 വണ്ടികളുടെയാണ് ലോഞ്ച് കൺഫേം അല്ലാത്തത്. ഒന്ന് ഈ കാണിക്കുന്ന റെനോ കൈഗർ ഫേസ് ലിഫ്റ്റും പിന്നെ അതുപോലെ MG സൈബർസ്റ്റർ ആണ്. സൈബർസ്റ്റർ സത്യം പറഞ്ഞ് എനിക്ക് തോന്നുന്നില്ല ഈ മാസം വരുന്നത്, കാരണം ഡീലർഷിപ്പുകൾ സെറ്റായിട്ടില്ല. പക്ഷേ കൈഗറിൻ്റെ കേസ് പറയാൻ പറ്റില്ല, അവരിതുവരെ ടീസേഴ്സ് ഒന്നും ഇറക്കിയിട്ടില്ല. ഒരു പക്ഷേ ഈ മാസം അവസാനത്തോടുകൂടി ലോഞ്ച് ആവും എന്നുള്ള റൂമേഴ്സ് കേൾക്കുന്നുണ്ട്. ഈ വണ്ടി കുറച്ച് കാലമായിട്ട് ഇപ്പോൾ നമ്മളൊരു 3-4 മാസമായിട്ട് ടെസ്റ്റിങ്ങിൻ്റെ ഭാഗമായിട്ടൊക്കെ സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറയത്തക്ക വലിയ വ്യത്യാസങ്ങളൊന്നുള്ള വണ്ടിയൊന്നുമല്ല. ടെസ്റ്റിങ്ങിലൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ളൊരു ഫേസ് തന്നെയാണ് നമ്മൾ കണ്ടത്. എന്ന് വെച്ചാൽ മാഗ്നറ്റ് ഫേസ് ലിഫ്റ്റ് കണ്ടല്ലോ, അതിനേക്കാൾ കുറച്ചും കൂടെ വ്യത്യാസം ആക്ച്വലി എക്സ്റ്റീരിയറിലൊക്കെ ഇതിൽ കുറവാണ്. ഇനിയിപ്പോൾ ഇൻറ്റീരിയറിലൊക്കെ അവർ കുറച്ച് പുതിയ ഫീച്ചേഴ്സും അതുപോലെ എക്സ്റ്റീരിയറിൽ മൈനർ ആയിട്ടുള്ള ട്വീക്സ് ഒക്കെ കൊണ്ടുവന്ന് വണ്ടിക്ക് മാർക്കറ്റിൽ ഒരു വാല്യൂ മാഗ്നറ്റ് ഒക്കെ ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വഴി ഉണ്ടാക്കിയ പോലെ ഇവർക്കും ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമാണ്. കാരണം ഇപ്പോൾ കൈഗറിൻ്റെ സെയിൽസ് വളരെ മോശമാണ്. മിക്ക മാസം 500 ആ റേഞ്ചിലൊക്കെ ഇതിന് കിട്ടാറുള്ളൂ. മാക്സിമം പോയി കഴിഞ്ഞാൽ 1000 അല്ലെങ്കിൽ 800, അതിന് മുകളിലേക്കൊന്നും അങ്ങനെ പോകാറില്ല. അതുകൊണ്ട് തീർച്ചയായും ഇതിനൊരു ഓവർഹോൾ ഇപ്പം വളരെ നെസസറി ആണ്. ഇതാണ് ഈ മാസം വരാൻ പോകുന്ന 5 പുതിയ വാഹനങ്ങളുടെ വീഡിയോ. എന്തായാലും നിങ്ങൾക്ക് ഇതിലേറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണ് എന്ന് താഴെ കമൻസിൽ പറയുക. അതുപോലെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ വേണമെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്താൽ അതിന് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.